ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് അമ്പലത്തിലോട്ട് പോകാൻ പോകണം. ഇരുട്ടാണ്. ഇപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി വന്നിട്ട് ആ ജോലി ഞാൻ അടുത്ത ജോലിയൊക്കെ നോക്കണം. ഇനിയിപ്പോൾ പിള്ളേർ കുറച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിള്ളേരുണ്ടാക്കണം തക്കാളി ചോറാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് അവരെല്ലാം അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഇനി അവർക്ക് ജോലികളുണ്ടല്ലോ, അതിന് പോയേക്കണേ. അപ്പം ഞാൻ അടുക്കളയിലോട്ട് വന്നേക്കണേ. ഇനിയിപ്പോൾ അടുത്ത എൻ്റെ ഡ്യൂട്ടിയാണ് ഇനി ഇരിക്കുക. അപ്പോൾ പിള്ളേർ ഇതൊക്കെ വെച്ചിട്ട് പോയതുകൊണ്ട് ഇത് വാടിയിട്ടുണ്ട് നന്നായിട്ട്. അടുപ്പത്തിട്ടിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വാടി. ഇനിയിപ്പോൾ ഇത് ഇളക്കി കൂട്ടി കരഞ്ഞുകൊണ്ടാണ് സവാള അരിയാൻ. ഇപ്പോൾ നമ്മുടെ റൈസ് എന്താന്ന് നോക്കാം. നോക്കട്ടെ, എൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇതൊന്ന് നോക്കട്ടെ. സാധനങ്ങൾ കുറച്ചാണ് ഇന്ന് അടുക്കളയിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലിയും കുറവായിരുന്നു. ഇത്ര ഉള്ളു. പിന്നെ ഇത് കണ്ട ഇങ്ങോട്ട് പ്ലെയിനാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ നോക്കി ഇവിടെ ഒന്നുമില്ല. അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ നമുക്ക് പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കാറാണ് പതിവ്. ഒക്കെ വെന്ത് രണ്ടുപേർക്കും പാത്രത്തിൽ എടുക്കണേണ്ട് 5 ഉണ്ണിയാണ് ആദ്യം പോണത്. അപ്പോൾ അവർക്ക് എടുക്കാമെന്ന് ഓർത്താൽ ആദ്യം. അപ്പോൾ അവർക്ക് 2 പേർക്കും എടുത്ത് വെച്ച് ഉച്ചയാകുമ്പോഴത്തേക്ക് തണുത്തും പോകും. അതാണ് ഏറ്റവും വിഷമം. പിള്ളേർക്ക് തണുത്ത് പോകും. പിന്നെ മഴയും കൂടിയാണല്ലോ. അപ്പോൾ തണുക്കുമ്പോൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഏതായാലും റൈസ് മാത്രമുള്ളൂ. അന്ന് മുട്ടയും കൂടി എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് അവരെ മുട്ടയും കൂടി പിടിച്ച് കൊടുത്തുവിടാമെന്ന്. അപ്പോൾ അതിന് ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് മുട്ട വറുക്കാൻ പോണേണ്. ഇനി ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക്. ഇനി 11 മണിയാകുമ്പോൾ എൻ്റെ തുണി എഴുതലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ. അപ്പോൾ ഞാൻ 1 മണി വരെ ഇരിക്കും ഇവിടെ. ഇച്ചിക്കൂടം വരുമ്പോഴത്തേക്കും 1 മണിയാവും സ്കൂളിൽ നിന്ന്. അപ്പോൾ ഇച്ചിക്കൂടം വന്ന നേരത്തെ ഇങ്ങോട്ട് പോരും. അപ്പോൾ അതും എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ആ ജോലിയും എൻ്റെ ജോലികൾ കുറച്ചൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യണം എനിക്ക് ഇവർ പോയി കഴിഞ്ഞിട്ട്. ആ സാലഡിൻ്റെ അകത്ത് തൈര് ഒഴിക്കാൻ മറന്നു പോയത്. തന്നെ 5 കോടിയൊന്നും തൈര് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തൈരൊക്കെ ഒഴിച്ചത് ആ വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 5-ന് ടിഫിനൊക്കെ ഞാൻ എടുത്ത് വെച്ചാണ്. അതൊക്കെ കൊണ്ട് ബാഗിലൊക്കെ വെച്ച് പെട്ടെന്ന് പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ അത് 5 പോയി. ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ ഞങ്ങൾക്കുണ്ട്.